Hi everyone, hope all of you are fine and happy. So let's continue with the chapter overheads. ഓവർഹെഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓവർഹെഡ്സിന്റെ 3 സ്റ്റെപ്സിലായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തത്. നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വരെ ആയിരുന്നു ഓവർഹെഡ്സിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വരെ ചെയ്യാൻ അറിയാതെ അല്ലെങ്കിൽ അത് വരെ എങ്ങനെ അതിന്റെ തിയറി അതിന്റെ പ്രോബ്ലം ചെയ്യാൻ അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്സും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള വീഡിയോസ് കാണാത്ത ആൾക്കാർ കാണുക. കാരണം അതില്ലാതെ നമുക്ക് മുൻപോട്ട് പഠിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ വീഡിയോസ് അതിന്റെ മുൻപത്തെ പാർട്സിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വരെ ചെയ്തു, അതായത് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് വരെ ചെയ്തു. അടുത്ത നമുക്കുള്ളത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റീ അപ്പോർച്ച്മെന്റ് ഓഫ് ഓവർഹെഡ്സ്. അപ്പൊ എന്താണ് ഈ റീ അപ്പോർച്ച്മെന്റ് ആണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. ഇത് എങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എംഫസൈസ് ചെയ്ത് ലേൺ ചെയ്യും. ഓക്കെ, സോ എന്താണ്, അപ്പൊ അതിനു മുമ്പ് നമ്മളിപ്പോ എവിടെയാണുള്ളത് നോക്കാം. നമ്മളിപ്പോ എന്തൊക്കെ ചെയ്തു? നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓവർഹെഡ്സിന്റെ കാൽക്കുലേഷന്റെ സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു നമ്മുടെ ഇതിനു മുൻപേ ഉള്ള ഒരു പാർട്ട് വീഡിയോയിൽ. അപ്പോ അവിടെ നമ്മൾ എത്ര സ്റ്റെപ്പ് ചെയ്തു? 3 സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. ഏതൊക്കെയാണ് സ്റ്റെപ്പ്? നമ്മൾ ഓവർഹെഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പഠിച്ചു, കളക്ട് ചെയ്തു, അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ ടോട്ടൽ ഓവർഹെഡ്സ് നമ്മൾ കളക്ട് ചെയ്തു. ആ ടോട്ടൽ ഓവർഹെഡ്സിനെ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിവൈഡ് ചെയ്തു. അതിനെയായിരുന്നു നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലം വരെ സോൾവ് ചെയ്താണെങ്കിൽ നമ്മൾ പഠിച്ചു പ്രൈമറി ഡിസ്ട്രിബ്യൂഷന് വേണ്ടി നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും 2 തരത്തിലുള്ള ആക്കി 2 കാറ്റഗറീസിൽ വരുത്തും. ഒന്ന് സർവീസ് ഡിപ്പാർട്ട്മെന്റും ഒന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും. എന്നിട്ട് അതിന്റെ താഴത്ത് വരുന്ന ഡിപ്പാർട്ട്മെന്റ്സിനെ എഴുതിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്തത്? ഇതുവരെ നമ്മൾ ചെയ്തിട്ട് ഉള്ളത്. ഓക്കെ, ഇതുവരെ നമ്മൾ ചെയ്തത് ഇത്രയുമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടം വരെ ചെയ്തു വെച്ചു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ഇത്ര കോസ്റ്റ് വരും, അതേപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഇത്ര ഓവർഹെഡ് വരുന്നു. നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു, നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ടോട്ടൽ ഓവർഹെഡ്സ് എടുത്തിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്ത്. അപ്പൊ ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷന് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും വന്നിരിക്കുന്ന ഈ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അത് ഓവർഹെഡ്സ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ആണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു കോസ്റ്റ് ആണ്, ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് കോസ്റ്റ് ആണ്. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ എന്ത് എക്സ്പെൻസ് ഉണ്ടായാലും എന്ത് കോസ്റ്റ് ഉണ്ടായാലും അത് എന്ത് ചെയ്യണം? റിക്കവർ ചെയ്യണം. എങ്ങനെയാണ് ഒരു ഫേം അതിന്റെ കോസ്റ്റ് റിക്കവർ ചെയ്യുക? ഫേം അതിന്റെ കോസ്റ്റ് റിക്കവർ ചെയ്യുക അതിന്റെ പ്രൊഡക്ട്സിൽ ആ കോസ്റ്റ് ചാർജ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ കോസ്റ്റ് റിക്കവർ ചെയ്യും. നമുക്ക് എന്തൊക്കെ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ നമ്മൾ പ്രൊഡക്റ്റിൽ ചാർജ് ചെയ്യും, എന്നിട്ട് നമ്മളത് റിക്കവർ ചെയ്യും. പക്ഷെ ഇവിടെ ഉള്ള ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാല്, നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും സർവീസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അതിന് വന്ന കോസ്റ്റ് നമുക്ക് മനസ്സിലായി. പക്ഷേ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് എന്തുണ്ടാവും? ഔട്ട്പുട്ട് ഉണ്ടാവും. ഔട്ട്പുട്ട് ഉണ്ടാവും എന്ന് വെച്ചാൽ ഇപ്പൊ എന്ത് സാധനം ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ആണോ നമ്മൾ ഡീൽ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് എന്താവും? ഔട്ട്പുട്ട് ഉണ്ടാവും. പക്ഷെ സർവീസ് ഡിപ്പാർട്ട്മെന്റിന് എന്തുണ്ടാവില്ല? ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അപ്പൊ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഈ 10,000 എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ എത്ര ഔട്ട്പുട്ട് ഉണ്ട് അതിനെ ബൈ ഡിവൈഡ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് ചാർജ് ചെയ്യും. പക്ഷെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്തില്ല? ഔട്ട്പുട്ട് ഇല്ല. ഫോർ എക്സാമ്പിൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്താ ഔട്ട്പുട്ട് ആണ്? ഒരു ഔട്ട്പുട്ട് ഇല്ല. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നു, സർവീസ് കൊടുക്കുക. ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ഔട്ട്പുട്ടാണ്? ഒരു ഔട്ട്പുട്ടും ഇല്ല. അപ്പൊ അവരുടെ കോസ്റ്റ് നമ്മൾ എന്തിന്റെ മേത്തിലേക്ക് ചാർജ് ചെയ്യും? അതാണ് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് കോസ്റ്റും എന്ത് എക്സ്പെൻസും വന്നിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണത്? അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് എന്ത് എക്സ്പെൻസ് വന്നാലും, അതായത് ക്ലീൻ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് വാങ്ങുന്നതാകാം, അല്ലെങ്കിൽ മറ്റുള്ള എക്സ്പെൻസസ് ആവാം, എന്ത് വന്നാലും അത് എന്തിനു വേണ്ടിയിട്ടാ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ ഏരിയ അല്ലെങ്കിൽ അസംബ്ലി ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അതേപോലെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് എക്സ്പെൻസ് വന്നാലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് ഓഫീസിലേക്ക് കൊണ്ടുവരാൻ ഒരു ട്രക്ക് വാങ്ങും. ആ ട്രക്ക് വാങ്ങുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണോ? എല്ലാം ഇവർക്ക് സർവീസ് കൊടുക്കാൻ വേണ്ടി. അപ്പൊ 2 കാര്യങ്ങൾ. ഒന്ന്, സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്തുണ്ടാവില്ല? ഈ എക്സ്പെൻസ് ചാർജ് ചെയ്യാൻ വേണ്ടി എന്തില്ല? ഔട്ട്പുട്ട് ഇല്ല. രണ്ടാമത്, ഇവർ ചെയ്യുന്ന എല്ലാ വർക്കും, ഇവർക്ക് ഇൻകർ ചെയ്യുന്ന എല്ലാ കോസ്റ്റും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ 2 പോയിന്റ്സ് ഓർമ്മിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല്, നമ്മള്
സർവീസ് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ അപ്പോർഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ എമൗണ്ട്സിനെ നമ്മൾ എന്ത് ചെയ്യും? റീ അപ്പോർഷൻ ചെയ്യും. റീ അപ്പോർഷൻ ചെയ്യുന്ന പറഞ്ഞാല് തിരിച്ച് അപ്പോർഷൻ ചെയ്യും. എങ്ങോട്ട്? സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പറഞ്ഞിരിക്കുന്ന ഓവർഹെഡ്സും കൂടി നമ്മൾ എങ്ങോട്ട് റീ അപ്പോർഷൻ ചെയ്യും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓൺ എ സ്യൂട്ടബിൾ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും? റീ അപ്പോർഷൻ. ഓക്കെ, നമ്മള് ഇവിടെ ഇരിക്കുന്ന ഈ എക്സ്പെൻസസിനെ ഇങ്ങോട്ട് എന്ത് ചെയ്യും? നമ്മൾ ചാർജ് ചെയ്യും. സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സ്പെൻസും കൂടി എങ്ങോട്ട് ചാർജ് ചെയ്യും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചാർജ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റീ അബ്സോർബ്മെന്റ് ഓഫ് ഓവർഹെഡ്സ് എന്ന്. ക്ലിയർ? ഓക്കെ, ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. ദ പ്രോസസ് ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഈസ് നോൺ ആസ് റീ അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്സ്. അതായത് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം അപ്പോർഷൻ ചെയ്തതിനെ നമ്മൾ റീ അപ്പോർഷൻ ചെയ്യുന്നതിനെ കൊണ്ടാണ് ഇതിനെ നമ്മൾ ഈ പേരിൽ വിളിക്കുന്നത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുക്കുകയായിരുന്നു. പക്ഷെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുത്ത സാധനത്തിൽ നിന്നും സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റുകൾ അല്ലെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓവർഹെഡ് നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ റീ അപ്പോർഷൻ ചെയ്യും അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്തുണ്ടാവില്ല? സർവീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റുകൾ ഒന്നും ഉണ്ടാവില്ല. എന്ത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ എൻഡ് ആയിട്ട് ഉണ്ടാവുള്ളൂ. സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഐറ്റവും ഉണ്ടാവില്ല. സർവീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഐറ്റവും എങ്ങോട്ട് ചാർജ് ചെയ്യുന്നു? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചാർജ് ചെയ്യും. അപ്പോ എന്താണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ക്ലിയർ ആയിട്ട് ഓർമ്മ വേണം. സർവീസ് ഡിപ്പാർട്ട്മെന്റിന് ഇൻകർ ചെയ്തിരിക്കുന്ന ഓവർഹെഡ്സ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക്, എത്ര പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടോ അതിലേക്ക് എല്ലാത്തിലേക്കും ഒരു സ്യൂട്ടബിൾ ബേസിസിൽ നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ ചാർജ് ചെയ്ത ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ഓവർഹെഡ്സിന് ഇവർക്ക് സ്യൂട്ടബിൾ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഓക്കെ, ഇനി ഈ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത പോലെ ഇറ്റ്സ് കാൽക്കുലേഷൻ അത്ര എന്തല്ല ഈസി അല്ല. പല മെത്തേഡ്സിൽ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. അതാണ് ഈ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ഓക്കെ, മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്സ്. അപ്പോൾ ഇത് ഏതൊക്കെ മെത്തേഡ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ എല്ലാ മെത്തേഡ്സിലും നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊന്ന് കേൾക്കുക, എന്നിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആകും. അപ്പൊ ആദ്യം എത്ര മെത്തേഡ് ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്ന് സ്ട്രക്ചർ ചെയ്ത് പഠിക്കാം. അപ്പൊ മെത്തേഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ മെത്തേഡ്സിനെ രണ്ട് രീതിയിൽ. ഒരു മെത്തേഡിൽ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഓവർഹെഡ്സ് ആർക്ക് മാത്രമേ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുള്ളൂ? നമ്മള് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കൂ. എത്ര പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടോ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സിന് മാത്രമേ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുള്ളൂ. ആ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പോർഷൻമെന്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ഓൺലി. ആ മെത്തേഡിനെയാണ് നമ്മൾ ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർഹെഡ്സ് ആർക്ക് മാത്രമേ കൊടുക്കുള്ളൂ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് മാത്രം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്താ അടുത്തത്? എന്താണ്? അപ്പോർഷൻമെന്റ് ടു ബോത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അതേപോലെ തന്നെ എങ്ങോട്ടും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും റീഡിസ്ട്രിബ്യൂട്ട്. കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇനി ഈ ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ അപ്പോർഷൻമെന്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓൺലി എന്ന് പറയുന്ന കാര്യത്തിന് എന്തില്ല? ഫ്യൂച്ചർ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഈ ഒരൊറ്റ ഫോർമുല, ഈ ഒരൊറ്റ മെത്തേഡെ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി ഈ മെത്തേഡ് അതായത് അപ്പോർഷൻമെന്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ഫർദർ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്നിനെ നമ്മൾ നോൺ റെസിപ്രോക്കൽ ബേസിസ് എന്നും മറ്റേതിനെ നമ്മൾ റെസിപ്രോക്കൽ ബേസിസ് എന്നും. ആദ്യം നോൺ റെസിപ്രോക്കൽ ബേസിസ്. ഇപ്പൊ നോൺ റെസിപ്രോക്കൽ ബേസിസിനെയാണ് തന്നെയാണ് നമ്മൾ സ്റ്റെപ്പ് മെത്തേഡ് എന്നും വിളിക്കുന്നത്. നോൺ റെസിപ്രോക്കൽ ബേസിസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇത് നമ്മുടെ അപ്പോർഷൻമെന്റ് ടു ബോത്ത് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്നതാണ്. അതിനെ കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും അപ്പോർഷൻ ചെയ്യും, സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും അപ്പോർഷൻ ചെയ്യും. പക്ഷെ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് യൂഷ്വലി ചെയ്യുന്ന പോലെ ചെയ്യും. ഏതെങ്കിലും സർവീസ് ഡിപ്പാർട്ട്മെന്റിന്
മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്കും എന്ത് ചെയ്യും, ഓവർ ഹെഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും, അപ്പോർഷൻ ചെയ്യും. എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. അതിനെ കൊണ്ട് തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർഹെഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ചാർജ് ചെയ്യും. ഇതേപോലത്തെ ഈ സെയിം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ചിലപ്പം മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആവും ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ്. ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫുഡ് റോ മെറ്റീരിയൽസും അതേപോലത്തെ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയാ, അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള മെറ്റീരിയൽസും ഒക്കെ പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആർക്കും സർവീസ് കൊടുക്കുന്നുണ്ട്, ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റിലും സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ മെത്തേഡിൽ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും എന്ത് ചെയ്യും, അപ്പോർഷൻ ചെയ്യും. അതേപോലെ തന്നെ എങ്ങോട്ട് കൊടുക്കും, മറ്റേതെങ്കിലും സർവീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഓൺ ദ സെയിം ബേസിസ് നമ്മൾ എന്ത് ചെയ്യും, റീഡിസ്ട്രിബ്യൂഷൻ നടത്തും. പക്ഷേ ഈ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് തിരിച്ചെന്തെങ്കിലും സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പൊ ഇത്രയും ഈ ക്ലാസിഫിക്കേഷൻ എങ്ങനെ ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഫോളോ. അടുത്തത് ഓൺ റെസിപ്രോക്കൽ ബേസിസ് ആണ്. റെസിപ്രോക്കൽ ബേസിസ് എന്ന് വെച്ചാല് നമ്മള് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന സർവീസും തിരിച്ച് കിട്ടുന്ന സർവീസും രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യും. ഇവിടെ നമ്മൾ തിരിച്ച് കിട്ടുന്ന സർവീസ് എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ലായിരുന്നു. ഇവിടെ നമ്മൾ കൊടുക്കുന്ന മാത്രമായിരുന്നു എന്ത് ചെയ്യുക, ഗിവ് ചെയ്യുന്ന സർവീസ് മാത്രമായിരുന്നു നമ്മൾ ഇവിടെ വാല്യൂ ചെയ്യുക, മറ്റേ നമ്മൾ ഇഗ്നോർ ചെയ്യും. ഇവിടെ നമ്മൾ ഗിവ് ചെയ്യുന്ന സർവീസും വാല്യൂ ചെയ്യും, നമുക്ക് കിട്ടുന്ന സർവീസും റിസീവ് ചെയ്യുന്ന സർവീസും നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ ചെയ്യും. ഒന്നിനെ ഇഗ്നോർ ചെയ്യില്ല. ഒന്നിനെ ഇഗ്നോർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ കാൽക്കുലേഷന് 3 മെത്തേഡ്സ് ഉണ്ട്. ആ 3 മെത്തേഡ്സ് നമ്മൾ പഠിക്കും. 3 മെത്തേഡ്സും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇത്രയും മെത്തേഡ്സ് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റീ അപ്പോർച്ച്മെന്റ് ഓഫ് ഓവർ ഹെഡ്സ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും മെത്തേഡ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ഇത്രയും മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ വരുന്ന ഞാനിപ്പോ ഈ മാർക്ക് ചെയ്യുന്ന 5 മെത്തേഡ്സിലും നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലം ചെയ്ത് പഠിക്കണം. എളുപ്പമാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ മനസ്സിലായില്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതിന്റെ പ്രോബ്ലംസ് അപ്കമിങ് വീഡിയോസിൽ വരും. അതേപോലെ തന്നെ അങ്ങനെ അതിലെ ഫസ്റ്റ് മെത്തേഡ്, ഓരോ മെത്തേഡും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ അത് നമ്മുടെ മെത്തേഡ്സിന്റെ അകത്ത് ഫസ്റ്റ് മെത്തേഡ് ആണ് അപ്പോർച്ച്മെന്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓൺലി. അതായത് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ കോസ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം കൊടുക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്. ഈ മെത്തേഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങോട്ട് മാത്രമേ അപ്പോർഷൻ ചെയ്യുള്ളൂ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം ഒരു സ്യൂട്ടബിൾ ബേസിസിൽ അപ്പോർഷൻ ചെയ്യും. ഇവിടെ നമ്മൾ എന്തിനെ ഇഗ്നോർ ചെയ്യുന്ന അറിയോ, ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സർവീസിനെ നമ്മൾ എന്ത് ചെയ്യില്ല, വാല്യൂ ചെയ്യില്ല, അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ എന്തുണ്ടാവും, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, അതും സർവീസാണ്. ടൈം കീപ്പിംഗും സർവീസാണ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സർവീസാണ്. അപ്പൊ ഈ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ എന്ത് ചെയ്യും, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ ടൈം കീപ്പിംഗ് സൂപ്പർവൈസർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസ് ടൈമിൽ കൃത്യമായിട്ട് വരുന്നുണ്ടോ, കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ ഒക്കെ നോക്കിണ്ടാവും. പക്ഷെ എന്ത് ചെയ്യില്ല, ഈ സർവീസിന്റെ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യില്ല, ഈ മെത്തേഡിൽ നമ്മൾ വാല്യൂ ചെയ്യില്ല. നമ്മൾ എല്ലാ കോസ്റ്റും എങ്ങോട്ട് മാത്രം ചാർജ് ചെയ്യും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം ചാർജ് ചെയ്യും. ഇങ്ങനെയാണ്. ഇപ്പോ S1 എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ കോസ്റ്റ് നമ്മളൊരു സ്യൂട്ടബിൾ ബേസ് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും. ഈ 5000 ഒരു സ്യൂട്ടബിൾ ബേസിസിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ സ്യൂട്ടബിൾ ബേസിസ് ഉണ്ട്, ആ സ്യൂട്ടബിൾ ബേസിസിൽ നമ്മൾ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യില്ല, സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർ ഹെഡ്സ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. എങ്ങോട്ട് മാത്രം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് മാത്രം സ്യൂട്ടബിൾ ബേസിസിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത് ഇവിടെ നമ്മൾ ചെയ്യില്ല, അങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. നമ്മുടെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നത് അങ്ങോട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും അപ്പോർഷൻ ചെയ്യും, സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ.
സെക്കൻഡ് ക്ലാസിഫിക്കേഷനിൽ ഫർദർ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? നോൺ റെസിപ്രോക്കലും റെസിപ്രോക്കലും. അപ്പൊ ആദ്യം നമ്മൾ നോൺ റെസിപ്രോക്കൽ നോക്കാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് നോക്കാം. ഈ സ്റ്റെപ്പ് മെത്തേഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് സർവീസ് കൊടുത്തു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? വാല്യൂ ചെയ്യും. പക്ഷെ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും സർവീസ് കിട്ടിയെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും, നമ്മൾ എടുക്കില്ല. അപ്പൊ ഈ മെത്തേഡ് നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യുക? ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റേ സർവീസ് ഡിപ്പാർട്ട്മെന്റിന് സർവീസ് കൊടുത്തിട്ടുണ്ടാവും, അത് നമ്മൾ വാല്യൂ ചെയ്യും. പക്ഷെ ആ സർവീസ് ഡിപ്പാർട്ട്മെന്റിന് തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും സർവീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? വാല്യൂ ചെയ്യില്ല. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതാണ് അതിന്റെ തിയറി. This method recognizes the services rendered by one service department to the other service department. അപ്പോൾ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ചെയ്തു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് P1, P2, P3 ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് രണ്ടെണ്ണമുണ്ട്, S1 ഉം S2. അപ്പൊ ഇങ്ങനെയാണല്ലോ. ഇനി ഈ കേസ് പറയുന്നത് എന്താ വെച്ചാല്, നേരത്തെ കേസിൽ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങോട്ട് മാത്രമായിരുന്നു ചാർജ് ചെയ്യുക? ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് മാത്രം ചാർജ് ചെയ്യുക? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? ചാർജ്. അതായിരുന്നു നേരത്തെ കേസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല്, ഇനി ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? S2നും ചില സർവീസസ് കൊടുത്തിട്ടുണ്ടാവും. S2നും ചിലപ്പോൾ സർവീസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെ കോസ്റ്റ് അല്ലെങ്കിൽ ഇവരുടെ ഓവർ ഹെഡ് നമ്മൾ ഇവർക്ക് ചാർജ് ചെയ്യുന്നതിന് കൂടെ ആർക്കും കൂടി ചാർജ് ചെയ്യും? ഈ ഡിപ്പാർട്ട്മെന്റിനും കൂടി ചാർജ് ചെയ്യും. പക്ഷെ എന്ത് ചെയ്യില്ല, ഇവർ ഇങ്ങോട്ട് S2 ഇങ്ങോട്ട് എന്തെങ്കിലും സർവീസ് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കോസ്റ്റ് നമ്മൾ എങ്ങോട്ട് എടുക്കില്ല? S1ലേക്ക് എടുക്കില്ല. S1ലേക്ക് നമ്മൾ എന്ത് ചെയ്യില്ല? എടുക്കില്ല. ക്ലിയർ? അപ്പൊ ഇതാണ് ഈ മെത്തേഡിന്റെ പ്രത്യേകത. ഇവിടെ റെസിപ്രോക്കൽ ഇല്ല. അങ്ങോട്ട് കൊടുത്തത് നമ്മൾ ചാർജ് ചെയ്യും, പക്ഷെ ഇങ്ങോട്ട് നമ്മൾ ചാർജ്. ഇതെങ്ങനെയാ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടാവും. ഒരു പ്രോബ്ലം ചെയ്താൽ ക്ലിയർ ആവും. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ കൂടുതൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സർവീസ് കൊടുക്കുന്നത്, ആ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർ ഹെഡ്സ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അത് ആദ്യം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇവർക്കും പോകും ഒരു പങ്ക്. എന്നിട്ട് അടുത്തത് ചെയ്യും. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ കൂടുതൽ ചെയ്ത്, സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് നമ്പർ ഓഫ് അതർ ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് ദേ സെർവ്. അതായത് ഏത് ഡിപ്പാർട്ട്മെന്റിനെ എത്ര ഡിപ്പാർട്ട്മെന്റിനെ സെർവ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ ബേസിൽ എന്ത് ചെയ്യും? ഓർഡറിൽ അറേഞ്ച് ചെയ്യും. എന്നിട്ട് ആദ്യം നമ്മൾ ആരെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ കൂടുതൽ ഡിപ്പാർട്ട്മെന്റിനെ സെർവ് ചെയ്യുന്നത് അവരെ നമ്മൾ എന്ത് ചെയ്യും? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും, പക്ഷെ പ്രോബ്ലം ചെയ്യുന്നത് വളരെ സിമ്പിൾ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ നമ്മൾ നേരത്തെ മെത്തേഡിൽ, അതായത് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമായിരുന്നു റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും ചെയ്യും, പിന്നെ എന്തും ചെയ്യും? സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ബേസിസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് റെസിപ്രോക്കൽ ബേസിസ്. ഇപ്പൊ നോൺ റെസിപ്രോക്കൽ ബേസിസിന് നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സർവീസ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ, തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്ന സർവീസ് നമ്മൾ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. പക്ഷെ റെസിപ്രോക്കൽ ബേസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇഗ്നോർ ചെയ്യില്ല. ഒരു ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ട് ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റു സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അവിടെ നിന്ന് ഇങ്ങോട്ടും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ. അപ്പൊ ഇതാണ് ഓൺ റെസിപ്രോക്കൽ ബേസിസ്. അപ്പൊ റെസിപ്രോക്കൽ ബേസിസിന്റെ അകത്തും 3 മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ മെത്തേഡ്സ് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ ഓരോ മെത്തേഡ്സിനും ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോസ് തരാം. പ്രോബ്ലം ചെയ്യുന്നതിന്റെ കൂടെ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് മെത്തേഡ്സ് പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഇക്വേഷൻസ് ഒക്കെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതിവിടെ ശ്രദ്ധിക്കും. നമുക്ക് 2 തരത്തിലുള്ള പ്രധാനപ്പെട്ട കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. ഒന്ന് അപ്പോയിന്റ്മെന്റ്, നമ്മൾ എങ്ങോട്ട് മാത്രം കൊടുക്കുന്നത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും. അടുത്തത് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ നമ്മൾ 2 കാറ്റഗറി ആക്കും. ഒന്ന് നോൺ റെസിപ്രോക്കൽ ബേസിസും ഒന്ന് റെസിപ്രോക്കൽ ബേസിസും. നോൺ റെസിപ്രോക്കൽ ബേസിസിനെ നമ്മൾ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് വിളിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ തിരിച്ചു കിട്ടുന്ന സർവീസ് നമ്മൾ വാല്യൂ ചെയ്യില്ല. ആൻഡ് ലാസ്റ്റ് വൺ റെസിപ്രോക്കൽ ബേസിസ്. ഇവിടെ നമ്മൾ എല്ലാ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ മെത്തേഡ്സ് നിങ്ങൾ മാർക്ക് ചെയ്ത് ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇനി
നിങ്ങൾ ആലോചിക്കുക, നമ്മൾ നേരത്തെ അപ്പോയിന്റ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് എന്തുണ്ടായിരുന്നു, ഒരു കോമൺ ബേസ് ഉണ്ടായിരുന്നു. ആ കോമൺ ബേസിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. അപ്പൊ ഇവിടെയും എന്തുണ്ട്, റീഡിസ്ട്രിബ്യൂഷനും എന്തുണ്ട്, അപ്പോയിന്റ്മെന്റിന് ഒരു കോമൺ ബേസിസ് ഉണ്ട്. ബേസിസിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോഷൻ ചെയ്യുക. ആ ബേസിസ് എന്താണ്, ഈ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോയിന്റ്മെന്റ് റീ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു വെക്കണം. ഇത് ഓരോന്നും ഓരോ സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇവിടെ പറഞ്ഞത്, ഇവിടെ പറയുന്ന ബേസിസ് ആണ്. ഇപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എന്താണ്, ഫസ്റ്റ് നോക്ക് എന്താണ്, നമ്പർ ഓഫ് ഓർഡേഴ്സ് മെയ്ഡ്, അതുണ്ടോ നോക്കുക. എത്ര ഓർഡർ മെയ്ഡ് ചെയ്തിട്ടുണ്ടോ ഉണ്ടോ, ഇല്ലെങ്കിൽ എന്തുണ്ടോ നോക്കുക, നമ്പർ ഓഫ് പർച്ചേസ് റിക്വസിഷൻസ് ഉണ്ടോ, അതും ഇല്ലെങ്കിൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ പർച്ചേസ്. ഇതിൽ ഏതെങ്കിലും ഒന്നിലാണ് ചെയ്യുക. ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ഞാൻ ഈ ഫസ്റ്റ് ഓപ്ഷൻ ചെയ്യുന്നുള്ളൂ. അതില്ലെങ്കിൽ മാത്രം അടുത്തതിലേക്ക് ബേസിസ് എടുക്കുന്നതാണ്. ഇവിടെയും നിങ്ങളെ ക്വസ്റ്റ്യൻ മാക്സിമം ആൻസേഴ്സ് തെറ്റാനുള്ള ചാൻസസ് കൂടുതൽ നിങ്ങൾ തെറ്റായിട്ടുള്ള ബേസിസ് എടുക്കുന്നത്. അപ്പൊ ഈ ബേസിസ് നിങ്ങൾ ഓർത്ത്, ഇപ്പൊ നേരത്തെ ഇപ്പൊ മെഷീൻ അവർ എന്ന് പറഞ്ഞ ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ ബേസിസ് ഹോഴ്സ് പവർ ഓഫ് മെഷീൻ ആയിരിക്കും. അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ആയിരിക്കും. അങ്ങനെ ഇത് നിങ്ങളൊന്ന് റൈറ്റ് ഡൗൺ ചെയ്ത് വെക്കണം. നേരത്തെ ബേസിസ് ഓഫ് അപ്പോയിന്റ്മെന്റ് നമ്മൾ പഠിച്ച പോലെ തന്നെ ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കണം. ഇനി അടുത്ത പാർട്ട് മുതൽ നമ്മൾ ഓരോ മെത്തേഡിലും എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അടുത്ത വീഡിയോ നിങ്ങൾ എന്തായാലും റെഫർ ചെയ്ത് അത് വാച്ച് ചെയ്യുക. കാരണം അതിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ.